ഹായ് വ്യൂവേഴ്സ്, ആർ ജെ തേര അവർ ട്രാവൽ പാർട്ട്ണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ മഹാരാഷ്ട്രയിൽ നിന്ന് യാത്ര തിരിച്ചിട്ട് ആദ്യത്തെ ദിവസം വന്ന് സ്റ്റേ ചെയ്ത് ത്രയംബകേശ്വർ അമ്പലത്തിലൊക്കെ പോയി. അതിനുശേഷം പിന്നെ അടുത്ത ദിവസം ഓടി നമ്മൾ രാത്രിയിൽ ഗുജറാത്തിലെത്തിയിരുന്നു. ഹൈവേയുടെ സൈഡിലൊരു ഹോട്ടലിൽ റൂം എടുത്തായിരുന്നു. രാത്രി 11 മണി ആയപ്പോഴത്തേക്ക്. അടുത്ത ദിവസം രാവിലെ 11 മണി ആയപ്പോഴത്തേക്ക് നമ്മൾ അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങുകയും ചെയ്തു. അപ്പം ഇത് ഹൈവേ തന്നെ ആയിരുന്നു. നല്ലൊരു ഹോട്ടലായിരുന്നു. ഹോട്ടലിൻ്റെ പേര് സഹ്യാദ്രി എന്നായിരുന്നു. അപ്പം അടിപൊളിയായിരുന്നു അവിടെ. അപ്പം നമ്മൾ രാവിലെ ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങുകയാണ്. രാവിലെ അല്ല 11 മണി ആയപ്പോഴത്തേക്ക് ഇറങ്ങി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ നൂഡിൽസ് കഴിച്ചായിരുന്നു. പിന്നെ ഉച്ചക്കലത്തേക്കുള്ളതും കുറച്ച് ഫുഡ് ആക്കിയിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ നമ്മൾ ഹൈവേയിലോട്ട് കയറി. ഗുജറാത്തിൻ്റെ ഹൈവേകളിലൂടെയാണ് ഇനി യാത്രകൾ കൂടുതൽ. രാവിലെ തന്നെ നല്ല മഴക്കോള് മാതിരി അങ്ങ് ആകാശമൊക്കെ അങ്ങനെ മൂടിക്കെട്ടി കിടക്കുകയാണ്. വെയിലൊന്നുമില്ല, മഴക്കോള് പോലാണ്. അപ്പം നമ്മൾ അതാണ് ഹോട്ടലിൻ്റെ ഫ്രണ്ട്. രാത്രി ലൈറ്റൊക്കെ ഇടുമ്പോഴേ അതിൻ്റെ ബോർഡൊക്കെ കാണുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഹൈവേയിലോട്ട് കയറി നമ്മുടെ യാത്ര ഇനി ലക്ഷ്യമാക്കിക്കൊണ്ട് പോവുകയാണ് രാജസ്ഥാനിലെ ജോധ്പൂരിലോട്ട്. ഇനി നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വേണ്ടിയിട്ട് 832 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. 18 മണിക്കൂറും കാണിക്കുന്നുണ്ട്. അപ്പം നമ്മളെ വണ്ടി നിറയെ സാധനങ്ങളുമായിട്ട് നമ്മൾ ഗുജറാത്തിൻ്റെ ഹൈവേകളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആണെങ്കിൽ കൂടുതലും ഹൈവേ കൂടെ ആകുമ്പോൾ കാഴ്ചകളൊന്നുമില്ലല്ലോ. പിന്നെ വലിയ വലിയ ബിൽഡിങ്ങുകളും ഒക്കെയാണ് കാണുന്നത്. ഇനി നമുക്ക് അഹമ്മദാബാദിലേക്ക് 286 കിലോമീറ്ററാണ്. അവിടെ കുറേ സംഭവങ്ങളൊക്കെ കാണാനുണ്ട്. പാർക്കും പിന്നെ അടൽ ബിഹാരി ബ്രിഡ്ജും അതൊക്കെ ഉണ്ട് കാണാൻ. പക്ഷേ നമ്മളൊക്കെ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് രാത്രിയാകുമായിരിക്കും. പിന്നെ നമുക്കിനി പെട്ടെന്ന് അങ്ങ് എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് പിന്നെ ഇനി എങ്ങും പോകുന്നില്ല. പോകുന്ന വഴിക്ക് അധികം ഒന്നും കറങ്ങുന്നില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള യാത്ര തിരിച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് ഈ പോകുന്ന വഴിക്കാണെങ്കിൽ സൈഡിൽ കുറച്ച് ഫാക്ടറികളും ഈ ഹൈവേയിൽ കൂടുതലും നമുക്ക് ഫാക്ടറികളൊക്കെയാണ് കാണുന്നത്. ഇതൊരു മന്ദിറാണ് കാണുന്നത്. സ്വാമിനാരായൺ മന്ദിർ. പക്ഷെ അപ്പുറത്തെ സൈഡിലായിരുന്നു. ലെഫ്റ്റ് സൈഡിലായിരുന്നു. നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങി പോകാമായിരുന്നു. ഇനി അല്ലെങ്കിൽ തിരിച്ച് യൂട്ടേണൊക്കെ എടുത്ത് വരേണ്ടി വരും. ഒരുപാട് താമസിച്ചിരുന്ന് രാവിലെ ഇറങ്ങിയപ്പോൾ തന്നെ. അതുകൊണ്ട് പിന്നെ നീ എങ്ങും കയറാതെ അങ്ങ് കുറച്ച് ദൂരം ഓടാനുണ്ടല്ലോ, 800 കിലോമീറ്റർ മേലുണ്ടല്ലോ. അപ്പോൾ കുറേ അങ്ങ് ചെല്ലാമെന്ന് വിചാരിച്ച്. അപ്പം ഇപ്പം നമുക്ക് ഈ ഹൈവേ കൂടെ പോകുമ്പോൾ കൂടുതലും കാണുന്നത് ബിൽഡിങ്ങുകളും ഫാക്ടറികളും മാത്രമേ കാണാനുള്ളൂ. ഈ സൈഡിലാണെങ്കിൽ കൂടുതൽ എനിക്ക് തോന്നുന്നു തുണികളുടെയൊക്കെ തുണി ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ ഫാക്ടറിയാണ്. അപ്പോൾ സൂറത്തൊക്കെ അടുത്താന്ന് തോന്നുന്നു. അപ്പോൾ സൂറത്ത് കൂടുതൽ തുണികൾ ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ ആയിട്ട് പ്രസിദ്ധമല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ ആയിരിക്കും. കുറേ ഫാക്ടറീസാണ് കൂടുതൽ. അവിടെ നിന്ന് വരുന്ന പുകകളും അതിൻ്റെ ആയിട്ടായിരിക്കും ഇങ്ങനെ നമ്മുടെ അറ്റ്മോസ്ഫിയർ ഇങ്ങനെ പുക മൂടിക്കെട്ടി പോലെ നിൽക്കുന്നത്. വെയിലൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. എല്ലാവരും മൂടൽ പോലെയാണ് കാണുന്നത് അവിടെ. പിന്നാണ് നമ്മൾ ഹൈവേ കൂടെ പോയപ്പോൾ നോട്ട് ചെയ്തത് അവിടുത്തെ ബോർഡുകളെല്ലാം കൂടുതലും ഗുജറാത്തി ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത്. നമുക്കാണെങ്കിൽ പെട്ടെന്ന് വായിച്ചെടുക്കാനൊന്നും പറ്റത്തില്ല. ഹിന്ദിയിൽ ഒട്ടുമില്ല. പിന്നെ കുറച്ചെങ്കിലും ഇംഗ്ലീഷിലൊക്കെയാണ് കുറച്ചെങ്കിലും എഴുതിയിട്ടുള്ളത്. കൂടുതലും ഗുജറാത്തി ഭാഷയിൽ തന്നെയാണ് അവിടുത്തെ ബോർഡുകളും ഒക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് വലിയ പാടാണ് വായിക്കാൻ അറിയാത്തതുകൊണ്ട്, ഗുജറാത്തി ഭാഷ അറിയാത്തതുകൊണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ഹൈവേ കൂടെ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ അങ്ങനെ നമ്മൾ കുറച്ച് അരിയിട്ട് ചെറിയൊരു തക്കാളിയൊന്നും ഇല്ലായിരുന്നു, ഉള്ളി കുറച്ച് പൊടികളൊക്കെ കൂടി ഇട്ടൊരു ബിരിയാണി പോലെ വെച്ചിട്ട് ആ കടയുടെ ഫ്രണ്ടിൽ ഭോജനാലയം അതൊന്നും എഴുതിയിരിക്കുന്നത്. പിന്നെ അവിടെ ഒരു കടയിൽ നിന്ന് ചാച്ചും കൂടെ വാങ്ങിച്ചിട്ട് തൈര് മോരും വെള്ളം അതും കൂടെ വാങ്ങിച്ചിട്ട് ചോറ് കഴിക്കാൻ. തൈര് വാങ്ങിക്കാൻ പോയത്, പക്ഷേ തൈരില്ലായിരുന്നു, ചാച്ച ഉള്ളായിരുന്നു, അത് പാക്കറ്റിലായിരുന്നു. പിന്നെ അവിടെ ഇരുന്ന് കഴിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും മഴ വീഴാൻ തുടങ്ങി. പിന്നെ പെട്ടെന്ന് വാരി കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ച്. പിന്നെ ഭയങ്കര മഴയായിരുന്നു. പിന്നെ കുറേ ടോളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കയറി ഇറങ്ങി ഇതാണ്ട് പോയി. ഫ്രണ്ടിൽ പോകുന്ന വണ്ടിക്കകത്ത് പുതിയ ട്രാക്ടറുകളാണ് കൊണ്ടുപോകുന്നത്. മഴയത്ത് കൊണ്ടുപോകുന്നുണ്ട്. ഭയങ്കര മഴയായിരുന്നു ഗുജറാത്തിൽ അന്ന് നമ്മൾ പോയ സമയത്ത്. ഇതിൻ്റെ പുതിയ ട്രാക്ടറാണെന്ന് തോന്നുന്നു. അങ്ങനെ വൈപ്പറിനെ റെസ്റ്റ് ചെയ്യാൻ സമയമില്ലായിരുന്നു. ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കണമായിരുന്നു വൈപ്പർ. അങ്ങനെ അതുകൊണ്ട് മഴയായതുകൊണ്ട് അധികം ചൂടില്ലായിരുന്നു. അല്ലെങ്കിലും ചൂട് വലുതായിട്ടില്ലായിരുന്നു. അങ്ങനെ മൂടിക്കെട്ടി കിടക്കുമായിരുന്നല്ലോ. ചൂട് വലുതായിട്ടില്ലായിരുന്നു.
പിന്നെ മഴയും കൂടെ പെയ്തപ്പോഴത്തേക്ക് കുറച്ച് ആശ്വാസമായി. അങ്ങനെ നമ്മൾ ഹൈവേ കൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മഴ കുറച്ചുകൂടെ ശക്തി പ്രാപിച്ചിരിക്കുന്നു, വൈപ്പറിന് സ്പീഡും കൂടി. അങ്ങനെ അപ്പം കാഴ്ച വിസിബിലിറ്റിയൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഭയങ്കര പാടുപെട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മഴയൊക്കെ കുറച്ച് തോന്നിയിട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ നമുക്ക് കുറച്ച് തെങ്ങിൻ തോപ്പുകളൊക്കെ കാണാൻ പറ്റി അവിടെ. അതിനകത്തും തേങ്ങകളൊന്നും ഇല്ല, ഇങ്ങനെ തെങ്ങ് മാത്രം ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഹൈവേയുടെ സൈഡിന്. എന്നാലും ഇടയ്ക്കിടയ്ക്ക് കുറച്ച് പച്ചപ്പും ഒക്കെ കാണാനുണ്ട്. കുറേ ബിൽഡിങ്ങുകളൊക്കെ മാറിയിട്ട് അതൊക്കെ അപ്പം കുറേ ബിൽഡിങ്ങുകൾ ഇങ്ങനെ കണ്ടിങ്ങനെ ബോറായിട്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഇടയ്ക്കൊക്കെ നല്ല പച്ചപ്പൊക്കെ വരുന്ന നല്ല കാഴ്ചയാണ് കാണാൻ. അങ്ങനെ നമ്മൾ അഹമ്മദാബാദിലോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അങ്കിത്തും അബിയൊക്കെ കാറിനകത്തിരുന്ന് ബോറടിച്ച് അബി കിടന്നുറങ്ങി. അബിയുടെ കയ്യിൽ എന്തോ ഇരിക്കുന്നത്, എന്തോ മലരൻ്റെ പാക്കറ്റ് എങ്ങാണ്ടാന്ന് തോന്നുന്നു. അങ്കിത്തിൻ്റെ കയ്യിൽ ക്ലോക്ക് ഇരിപ്പുണ്ട്. ക്ലോക്കൊക്കെ നമ്മൾ ഭിത്തിന്ന് ഊരി ഇതിനകത്തോട്ട് എടുത്ത് വെച്ചതേ ഉള്ളായിരുന്നു ജസ്റ്റ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് താഴെ വീഴുമ്പോൾ എടുത്ത് കൈ പിടിച്ചോണ്ടിരിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ ഏതോ ഒരു ബ്രിഡ്ജിലോട്ട് കയറുകയാണ്. വലിയൊരു ബ്രിഡ്ജാണ്, എനിക്ക് തോന്നുന്നു ഇപ്പോൾ 2 കിലോമീറ്ററോളമെങ്കിലും ദൂരം കാണുമായിരിക്കും. അതിൻ്റെ അടിയിലൂടെ എന്തോ നദി, പേര് ഓർമ്മയില്ല. അപ്പം നമ്മളിങ്ങനെ വൈകുന്നേരം ഒരു ചായ കുടിക്കുന്ന സമയമൊക്കെ ആയായിരുന്നു. അപ്പം നമുക്ക് പാല് വാങ്ങിച്ചിട്ട് ചായ ഇടാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോവുമായിരുന്നു. അപ്പോൾ ഹൈവേയിൽ സൈഡിൽ കടയൊന്നും ഇല്ലല്ലോ. അപ്പം നമുക്കിനി ഹൈവേയിൽ നിന്ന് താഴോട്ട് ഇറങ്ങി ബൈ റൂട്ട് എങ്ങാനും നോക്കാമെന്ന് വെച്ചിട്ട് സൈഡിലോട്ടൊക്കെ ഇറങ്ങി അങ്ങനെ പോവാണ്. ഇത് ഹൈവേ സൈഡാണ്. അപ്പോൾ ചിലയിടത്തൊക്കെ ആണെങ്കിൽ ഇങ്ങനെ നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. തെങ്ങുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ ആണെങ്കിൽ. പിന്നെ നമ്മൾ പോയ വഴിക്കൊരു വാട്ടർ പാർക്കൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ അങ്കിത്തിനും അബിക്കൊക്കെ ഒരു ചാട്ടം, വെള്ളത്തിൽ ചാടാൻ പോകണമെന്നും പറഞ്ഞിട്ട്. പക്ഷേ നമുക്ക് സമയം ഒരുപാടായിരുന്നു, വൈകുന്നേരം ആയായിരുന്നു, പിന്നെ ചെന്നിട്ടും കാര്യമില്ലല്ലോ. അങ്ങനെ നമ്മൾ പറഞ്ഞ് സമാധാനിപ്പിച്ച് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ നമുക്ക് ഹൈവേയിൽ നിന്ന് താഴോട്ട് ഇറങ്ങാമെന്നും പറഞ്ഞ് ഇറങ്ങി. ഇപ്പോൾ നമ്മൾ വഡോദര എത്താറായിട്ടുണ്ട്, വഡോദര എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് ബൈ റൂട്ട് ഇറങ്ങിയിട്ട് നമുക്ക് പാല് വല്ലതും വാങ്ങിക്കുന്നെങ്കിൽ വാങ്ങിക്കുക, അല്ലെങ്കിൽ കോഴി എങ്ങാനും കിട്ടുന്നെങ്കിൽ ഇച്ചിരി കോഴിയും കൂടെ വാങ്ങിക്കാമെന്നും പറഞ്ഞ് താഴോട്ട് ഹൈവേയിൽ നിന്ന് വിട്ട് പോകാമെന്ന് വെച്ചിട്ട് കുറച്ച് താഴോട്ടൊക്കെ ഇറങ്ങി നോക്കി. അങ്കിത്തോബിയൊക്കെ ഇരുന്ന് ബോറടിച്ച് ദാണ്ട് അടക്കുന്ന അങ്കിത്ത് ഇരുന്നിരുന്ന് ക്ഷീണിച്ച്. ഇനി ഒരു 10 മണിക്കൂറോളം യാത്ര കാണിക്കുന്നുണ്ട് നമുക്കങ്ങ് ജോധ്പൂർ ചെല്ലാൻ, അതാണ് അബി പറയുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ബൈ റൂട്ട് താഴോട്ട് ഇറങ്ങി നോക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ ചെന്ന് നിന്നത് ഒരു മലയാളി കടയുടെ അടുത്താണ്, വഡോദരയിലുള്ള ഒരു മലയാളി കടയുടെ അടുത്താണ്. അവിടെ ചേട്ടൻ 22 വർഷം കൊണ്ട് അവിടെ കട നടത്തുന്നതാണ്. അപ്പം ഇതാണ് കടയുടെ പേര്, കേരള സ്റ്റോർ. നമ്മൾ ഈ കട കണ്ടിട്ടല്ല പോയത്, നമ്മൾ പാല് വാങ്ങിച്ച് ചായ ഇടാൻ സൈഡിലോട്ട് ഒതുക്കി ചായ ഇടാന്ന് വെച്ചാൽ പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ തേടി വള്ളി കാലി ചുറ്റി എന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ അവിടെ ഉഴുന്നോടെ നമുക്ക് വേണ്ടി 4 ഇരിക്കുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ ചായ കഴിഞ്ഞായിരുന്നു. പിന്നെ നമ്മൾ പാല് വാങ്ങിച്ചുകൊണ്ട് കൊടുത്ത് ചേട്ടൻ ചായയൊക്കെ ഇട്ട് തന്നു, നമുക്ക് ചായ ഇട്ടു തന്നു. പിന്നെ ഉഴുന്നോടെയൊക്കെ കഴിച്ച് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട്, വെളിച്ചെണ്ണയും സാധനങ്ങളൊക്കെ ഉണ്ട്. അവിടെ മലയാളികൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ അവിടെ നമുക്ക് നാട്ടിൽ കിട്ടുന്നത് അത്യാവശ്യം ഒക്കെ കിട്ടുന്നുണ്ട്. ചിലവയൊക്കെ ഇരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഓണമാകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ സാധനങ്ങളൊക്കെ വരുമെന്നാണ് ചേട്ടൻ പറഞ്ഞത്. അപ്പം അങ്ങനെ നമ്മൾ കടയിലെത്തിയിട്ടുണ്ട്. നമുക്ക് പിന്നെ ചായയൊക്കെ ഇട്ട് തന്ന് വടയും ഉഴുന്നുവടയൊക്കെ കഴിച്ച് നല്ല അടിപൊളി ഉഴുന്നുവടയായിരുന്നു. നമ്മുടെ നാട്ടിലേക്കാട്ടി ടേസ്റ്റ് എനിക്ക് തോന്നി. ഒരുപാട് നാൾ കഴിക്കാത്തതിന് കഴിച്ചതുകൊണ്ടായിരിക്കും. നല്ല അടിപൊളി നല്ല വലിയ ഉഴുന്നുവടയായിരുന്നു, നല്ല ഫില്ലിങ്സ് പോലെ തോന്നിയായിരുന്നു. അപ്പം അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഉഴുന്നുവടയൊക്കെ കഴിച്ച് പിന്നെ നമുക്കാണെങ്കിൽ അവിടുന്ന് കോഴി വാങ്ങിക്കുന്ന കട ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു തന്നാൽ ഞാൻ ഇവിടെ വീട്ടിൽ നമുക്ക് പൊറോട്ട ഉണ്ടാക്കുന്നുണ്ട്, കോഴിക്കറി ഉണ്ടാക്കുന്നുണ്ട്, അപ്പോൾ അത് കൊണ്ടുതരാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ വീട്ടിൽ വിളിച്ച് പറഞ്ഞിട്ട് നമുക്ക് പൊറോട്ടയും കച്ചവടം ഉണ്ട് അവിടെ, പൊറോട്ടയും കോഴിക്കറിയൊക്കെ. അങ്ങനെ നമുക്ക് പൊറോട്ടയും കോഴിക്കറിയൊക്കെ പാഴ്സൽ കൊണ്ടുതന്ന്. അപ്പോൾ ഇതാണ് കടയിലെ റാഫേൽ ചേട്ടൻ. 29 വർഷമായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ വേറെ ഏതോ കമ്പനിയിൽ വർക്ക് ചെയ്യുമായിരുന്നു, പിന്നെ ഇപ്പോഴാണ് കട തുടങ്ങിയത്. അങ്ങനെ നമ്മൾ പിന്നെ ഈ പ്രഥമ വെക്കാനുള്ള അടയും പിന്നെ വൻപയറും ഒക്കെ പൊറോട്ടയും കറിയൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. രാത്രി പിന്നെ നമ്മൾ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത്, കടയൊക്കെ അടച്ചിട്ടേക്കുന്ന സ്ഥലത്ത് ചെന്നിരുന്ന് പിന്നെ കുറച്ച് കട്ടനും കൂടെ ഒക്കെ ഇട്ട് നമ്മൾ പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ കഴിച്ചു. പക്ഷെ അതൊന്നും വീഡിയോ എടുത്തില്ലായിരുന്നു. അങ്ങനെ നമ്മൾ പിന്നെ ഹൈവേ കൂടെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്.
ഞാൻ ചോദിച്ചത് പൊല്യൂഷൻ്റെ ആണ് ഇങ്ങനെ പുക അറിയിക്കുന്നത്. അല്ല, എന്നും ഇങ്ങനെ അല്ലെന്ന് പറഞ്ഞു. ഇന്ന് വെയിൽ വന്നില്ലെന്ന് പറഞ്ഞു, സൂര്യൻ വന്നില്ലെന്ന് പറഞ്ഞു. നമ്മുടെ നാഷണൽ എക്സ്പ്രസ് ഹൈവേയിലോട്ട് നമ്മൾ NE1 കയറിയേട്ടാ. നാഷണൽ എക്സ്പ്രസ് ഹൈവേ. Continue on National Expressway 1 for 93 kilometers. മഹാത്മാഗാന്ധി എക്സ്പ്രസ് വേ അഹമ്മദാബാദ് അഹമ്മദാബാദ് നല്ല 100 കിലോമീറ്റർ ഇല്ലയോ? ഡയറക്റ്റ് അവിടെ ഇല്ലയോ? Expressway 1. എടാ ഹൈവേന്ന് മാറി നമ്മൾ നാഷണൽ എക്സ്പ്രസ് വേയിൽ കയറിയടാ. നമ്മള് ഫ്ലൈറ്റ് ആയിരിക്കുന്നതൊക്കെ തോന്നില്ലേ? ജയ്പൂർ 749, ജയ്പൂർ അഹമ്മദാബാദ് 91. ഇത് തീരുമ്പോ അഹമ്മദാബാദിൽ എത്തും. NE1 ജയ്പൂർ രാജസ്ഥാനില്. നമുക്കിനി മൊത്തം ഉള്ളത് 546 കിലോമീറ്റർ. അഹമ്മദാബാദ് നമ്മൾ നേരത്തെ പോയിട്ടില്ലേ? പെട്രോൾ ലാഭിച്ചൂടെ? അപ്പോൾ നമ്മൾ നാഷണൽ എക്സ്പ്രസ് വേ കൂടെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് 1-ലൂടെ. 1 എന്ന് പറയുന്നത് വഡോദര അഹമ്മദാബാദിനെ കണക്ട് ചെയ്യുന്നതാണ്. കറക്റ്റ് 91 കിലോമീറ്റർ അങ്ങാണ്ടേ ഉള്ളത്. അപ്പം നമ്മളിപ്പോൾ വഡോദരയിൽ നിന്ന് കറക്റ്റ് അഹമ്മദാബാദിൽ ചെന്നിറങ്ങും ഈ നാഷണൽ എക്സ്പ്രസ് വേയിൽ പോയാൽ. ഇതിനകത്തും ഉണ്ട് 2-3 ടോളൊക്കെ ഉണ്ട്. കയറുന്നിടത്തും ഉണ്ട്, എനിക്ക് തോന്നുന്നു ഇടയ്ക്ക് ഒരെണ്ണം ഉണ്ടായിരുന്നു, പിന്നെ ലാസ്റ്റിൽ ഇറങ്ങുന്നിടത്തും ഉണ്ട്. 3 ടോളായിരുന്നു തോന്നുന്നു. പിന്നെ ഇടയ്ക്ക് പിന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. നല്ല ക്ലീൻ ആയിട്ടുള്ള ബാത്റൂമായിരുന്നു, നല്ല ടോയ്ലറ്റ്സൊക്കെ ആയിരുന്നു. പിന്നെ ഇവിടെ പിന്നെ നമുക്ക് ഇടയ്ക്കൊന്നും വഴിയിൽ നിർത്താൻ പറ്റത്തില്ല. പിന്നെ ഇടയ്ക്ക് എക്സിറ്റൊക്കെ ഉണ്ട്, ഇടയ്ക്ക് ഇറങ്ങാനൊക്കെ. ഡൽഹിയിലോട്ട് പോകാനുള്ളതും മുംബൈക്ക് പോകാനുള്ളതും അവിടെയൊക്കെ എക്സിറ്റ് ചെറുതായി ഇടയ്ക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു.
നമുക്കങ്ങനെ എല്ലായിടത്തും ഹെൽപ്പ് ലൈൻ നമ്പരും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എക്സ്പ്രസ് വേയിൽ അടിപൊളി യാത്രയാണ് അതുവഴി. നമുക്ക് സമയം ലാഭിക്കാൻ പറ്റും. കുറച്ച് പെട്രോൾ ശ്രദ്ധിച്ച് ഓടിച്ചാൽ കുറച്ച് പെട്രോളും ലാഭമാകുമെന്ന് തോന്നുന്നു. പിന്നെ ഇതങ്ങോട്ട് ഗാന്ധിനഗറിൽ പോകുന്ന വഴി. അങ്ങനെ ഓരോരുത്തരുടെ ചിലയിടത്താണെങ്കിൽ എക്സിറ്റൊക്കെ ഉണ്ട്. നമുക്ക് പിന്നെ അങ്ങ് ലാസ്റ്റ് ടോളും കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ മതി. അങ്ങനെ നമ്മൾ എക്സ്പ്രസ് വേ ഒക്കെ കഴിഞ്ഞിട്ട് ടോൾ എത്തിയിട്ടുണ്ട്. നമുക്കിനി ടോളിനകത്തുനിന്ന് പുറത്തിറങ്ങി നമുക്കിനി അഹമ്മദാബാദിലോട്ട് സിറ്റിയിലോട്ട് പോകാം. അവിടെ രാത്രി 8-9 മണിയായെന്ന് തോന്നുന്നു. ഇനി നമുക്ക് അവിടെ ഒന്നും കാണാനൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഏതെങ്കിലും ഹോട്ടലിലോട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ച്, ഹൈവേയുടെ സൈഡിൽ തന്നെ കാണുന്ന ഏതെങ്കിലും ഹോട്ടലിൽ റൂം എടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങോട്ട് തന്നെ അങ്ങ് പോകാമെന്ന് വിചാരിച്ച്. ഇനി അവിടുന്ന് രാവിലെ നമുക്ക് രാജസ്ഥാൻ എത്തണം. അപ്പം അവിടുന്ന് രാവിലെ ഇറങ്ങിയാൽ നമ്മൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എത്തും. അങ്ങനെ നമ്മളൊരു ഹോട്ടലിൽ വന്ന് റൂം എടുത്തിട്ടുണ്ട്. ഇവിടെ റൂം വലിയ കുഴപ്പമില്ല. ഇത് നമുക്ക് 1400 രൂപയായുള്ളൂ. AC ഒക്കെ ഉണ്ട്, കുഴപ്പമില്ല. അത്യാവശ്യം നല്ല റൂമാണ്, നല്ല ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. അങ്കിത്തൊബിയൊക്കെ വന്നപ്പോഴേ കിടന്ന് നമ്മൾ ഫുഡ് കഴിച്ചിട്ടാണല്ലോ വന്നത്, ഇനിയും കിടന്നുറങ്ങിയാൽ മതി. എനിക്ക് തോന്നുന്നു ഒരു 10 മണി കഴിഞ്ഞായിരുന്നെന്ന് തോന്നുന്നു. അങ്ങനെ പിറ്റേന്ന് രാവിലെ ആയപ്പോഴത്തേക്ക് നമ്മൾ റെഡിയായി. നേരത്തെ ഇറങ്ങി കേട്ടോ, 8-9 മണി ആയപ്പോഴത്തേക്ക് ഇറങ്ങിയെന്ന് തോന്നുന്നു. രാവിലെ നമ്മൾ പിന്നെ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് അവരുടെ തന്നെ റെസ്റ്റോറൻ്റ് ഉണ്ടായിരുന്നു, അവിടുന്ന് തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. ഇത് ഹൈവേയുടെ സൈഡിൽ തന്നെ ആയിരുന്നു. ഹൈവേ മേളിൽ കൂടെ നമുക്ക് ഇച്ചിരി സർവീസ് റോഡ് പോലെ ഉണ്ട്, അവിടെ കൂടെ ഇറങ്ങി വന്നാൽ മതി. അപ്പം നല്ലൊരു ഹോട്ടലാണ്, കുഴപ്പമില്ല. ഫെസിലിറ്റീസും ഒക്കെ നല്ലതാണ്. ചൂടുവെള്ളം കിട്ടുമായിരുന്നു കുളിക്കാൻ. തണുപ്പൊന്നും ഇല്ല, എന്നാലും ചൂടുവെള്ളം വേണമെങ്കിൽ ചൂടുവെള്ളവും കിട്ടുമായിരുന്നു. അങ്ങനെ നമ്മളെല്ലാം ഫ്രഷായിട്ട് സാധനങ്ങളൊക്കെ പറക്കി രാവിലെ ഇറങ്ങി. പിന്നെ നമ്മൾ താഴെ റെസ്റ്റോറൻറ്റിൽ എത്തി. അവരുടെ തന്നെ റെസ്റ്റോറൻ്റാണ്, മേളിൽ റൂംസും താഴെ റെസ്റ്റോറൻറ്റും. ഇത് ഹോട്ടലിൻ്റെ പേര് ശഗുൻ ഹോട്ടൽ എന്നായിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് കഴിക്കാൻ കിട്ടിയത് മസാല ദോശയായിരുന്നു. 2 മസാല ദോശ വാങ്ങിച്ച് നമ്മളെല്ലാം 4 പേരുടെ കഴിച്ചു. എന്നിട്ട് ഇത് ഫ്രണ്ടിൽ ഹൈവേ ആണ്, ഹൈവേയുടെ താഴെയാണ് ഈ ഹോട്ടലുള്ളത്. അപ്പം നമ്മുടെ ഈ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുന്നു. ഇനി ഇവിടുന്ന് രാജസ്ഥാനിലേക്കുള്ള യാത്രയിലെ കാഴ്ചകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്തതിടാം. അപ്പം അതിനി ഓണം കഴിയുമായിരിക്കും വരാൻ. ഇപ്പോൾ 2 ദിവസത്തിനകം ഇനി ഓണമല്ലേ, അപ്പം ഓണത്തിൻ്റെ തിരക്കൊക്കെ ആയതുകൊണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ടിടാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.